ഒരുപാട് ഭാര്യമാര് പറയുന്ന വലിയ ഒരു സങ്കടമാണ്, ഉസ്താദെ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് യാതൊരുവിധ താല്പര്യമില്ല ഉസ്താദെ. ഇങ്ങനെ പല സഹോദരിമാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു ഭാര്യ തന്റെ ജീവിതത്തിൽ 10 കാര്യങ്ങള് ഭർത്താവിന്റെ മുമ്പിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മരണം വരെ, മരണത്തിന് ശേഷവും തന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് എന്ന്. പല ആളുകളും അറിയുന്ന രൂപത്തിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ കവാടം തുറന്നു കൊടുക്കട്ടെ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. അതിന്റെ ആൻസർ ഇതാണ്, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ ആണ്. ഇനി അതാരും അറിയില്ല എന്ന് പറയരുത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ തുടങ്ങിയ സൂറത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം എത്ര സ്വലാത്ത് ചെല്ലണം എന്നുള്ളതാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇനി നമുക്ക് സ്വലാത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസം എത്ര സ്വലാത്ത് ചൊല്ലി തീർക്കണം? അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഭാര്യയെ ലഭിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാലിഹായ ഭർത്താവിന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. വിവാഹം, വൈവാഹിക ജീവിതം എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഒരുപാട് പ്രോത്സാഹനം നൽകിയതാണ്. ഐക്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടെയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുമാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തിൽ പ്രവേശിച്ചാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസ്സബിയി, അള്ളാഹുവിന്റെ റസൂൽ കുട്ടികളെ പോലെയായിരുന്നു. ഭാര്യയോടുകൂടെ കളി തമാശകൾ പറയും, ഭാര്യയോടുകൂടെ കളിക്കും, പേരക്കുട്ടികളോടുകൂടെ കളിക്കുകയും ചെയ്യും. മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് ഭാര്യമൊത്ത് കണ്ടിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അപ്പൊ ആകയാൽ ഭാര്യ ഭർത്താക്കന്മാര് നന്നായാലേ ആ കുടുംബത്തിലെ റാഹത്ത് ഉണ്ടാകുള്ളൂ, ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുള്ളൂ. ഒരുപാട് ഭാര്യമാര് പറയുന്ന ഒരു സങ്കടമാണ്, ഉസ്താദെ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഞാൻ എന്റെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഭർത്താവ് തിരിച്ചെന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭർത്താവിന് എന്നോട് യാതൊരുവിധ താല്പര്യവുമില്ല ഉസ്താദെ എന്ന് സങ്കടത്തോടുകൂടെ പല സഹോദരിമാരും പറയാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്, മരണം വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ മറക്കാതെ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന 10 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 10 കാര്യങ്ങള് ഭർത്താവിന്റെ മുമ്പിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാര് നമ്മൾ എന്തായാലും സ്നേഹിക്കും, നമ്മളോട് താല്പര്യം ഉണ്ടാവും, നമ്മളോട് വല്ലാത്ത സ്നേഹമായിരിക്കും. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങള്? ഒന്നാമത്തെ കാര്യം, ഭാര്യമാര് ശരിക്ക് ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണ് സ്ത്രീകൾ. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുരുഷന്മാരെക്കാൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളുമാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ചിലപ്പോൾ മക്കളുടെ കാര്യം ആലോചിച്ച് മക്കൾ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യും. അതല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ അമ്മായിമ്മ, അതുപോലെ തന്നെ അമ്മോശന് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യും, നമ്മൾക്ക് ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും. അതല്ലെങ്കിൽ ഇളയച്ചി, അതല്ലെങ്കിൽ മൂത്തച്ചി നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദേഷ്യം മുഴുവനും ഭർത്താവിന്റെ മുമ്പിൽ തീർക്കാൻ പാടില്ല. ആ ദേഷ്യം മുഴുവനും ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
നമ്മൾ ഭർത്താവിനോട് നമ്മളെ ദേഷ്യം മുഴുവനും തീർത്തു കഴിഞ്ഞാൽ ആ ഭർത്താവിന് പിന്നെ നമ്മളോട് താല്പര്യം ഉണ്ടാവൂല, ആ ഭർത്താവിന് പിന്നെ നമ്മളോട് സ്നേഹമുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു വിഷയമാണ്. പല ഭർത്താക്കന്മാരും പങ്കുവെക്കാറുണ്ട്. എന്റെ ഭാര്യ എന്നോട് വെറുതെ ദേഷ്യപ്പെടുകയാണ്, എന്റെ ഭാര്യക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം എന്നോട് തീർക്കാണ് ഉസ്താദെ എന്ന് എത്ര ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ എപ്പോഴും നല്ല വൃത്തിയിൽ നടക്കണമെന്നുള്ളതാണ്. ഡ്രസ്സ് വൃത്തി ഉണ്ടാകണം, നല്ല സുഗന്ധം നമ്മളെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശണം. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ പാടില്ല. നമ്മളെ ശരീരം എപ്പോഴും വൃത്തിയാവണം. ഇത് പല ഭാര്യമാരും ചെയ്യുന്നത്, കല്യാണത്തിന് പോകുമ്പോൾ, ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ, പർച്ചേസിന് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കും, അത്രക്ക് ഉപയോഗിക്കും, മൈലാഞ്ചി ഇടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഭർത്താവിന്റെ മുമ്പിൽ അവള് വൃത്തിയായി നടക്കൂല. അവളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമാണ് വരിക. അതുപോലെ തന്നെ അവൾ കുളിക്കുപോലുമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാർക്ക് നമ്മളോട് ഒരു താല്പര്യം ഉണ്ടാകൂല, ഒരു സ്നേഹം ഉണ്ടാവൂല. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട്, ഇദാ നളർതഹ സർറത്ക, നീ അവളെ നോക്കിക്കഴിഞ്ഞാൽ നിന്നെ സന്തോഷിപ്പിക്കൊള്ളുന്നവളാണ് സ്വാലിഹായ ഭാര്യ. ഭർത്താവ് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭർത്താവിന് കൺകുളിർമയുണ്ടാകണം. പിന്നെ ആ ഭർത്താവ് ഒരിക്കലും അന്യ സ്ത്രീയെ നോക്കരുത്. ആ രൂപത്തിലായിരിക്കണം നമ്മളെ മേക്കപ്പ് ഉണ്ടാകേണ്ടത്. നമ്മളെ മേക്കപ്പ് ചെയ്യേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നമ്മൾ മൈലാഞ്ചി ഇടേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നല്ല ഡ്രസ്സുള്ള മൊഞ്ചുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണെന്ന് പഠിപ്പിച്ചു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ രൂപത്തിൽ നിങ്ങളൊന്ന് നടന്നു നോക്കി, പിന്നെ നിങ്ങളെ ഭർത്താവ് അന്യ സ്ത്രീയെ നോക്കൂല, മറ്റൊരു സ്ത്രീയോട് താല്പര്യം ഉണ്ടാവൂല, നിങ്ങളോട് അതിയായ സ്നേഹം ഉണ്ടാകും, നിങ്ങളോട് അതിയായ താല്പര്യം ഉണ്ടാകും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഭർത്താവിനെ വെറുതെ ഇൻസൾട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്താ കഴിയുക? നിങ്ങളെ കൊണ്ട് ഒന്നും കഴിയൂല, നിങ്ങൾക്ക് അത്ര അറിവില്ല, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആളാണ്, നിങ്ങൾ ജോലിക്ക് പോകാത്ത ആളാണ്, നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കൂല, മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി ജോലിയില്ല, നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്താൽ അത് ഒരിക്കലും ഭർത്താക്കന്മാർ പൊരുത്തപ്പെടൂല. പുരുഷന്മാർ അത് ആഗ്രഹിക്കുന്നില്ല. പുരുഷന്മാർ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പുരുഷന്മാർ ഓട്ടോമാറ്റിക്കലായി വെറുക്കപ്പെടുകയാണ്. അത് ഭാര്യ ആയാലും കൂട്ടുകാരായാലും കുടുംബക്കാരായാലും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരുടെ പ്രകൃതിയാണ്. അപ്പൊ വെറുതെ ഇരുന്ന് ഭർത്താവിനെ ചൊറിയാൻ നിൽക്കരുത്. അങ്ങനെ ചില ഭാര്യമാരുണ്ട്, ഭർത്താവിനെ എങ്ങനെ ചൊറിയും, പിന്നെ എങ്ങനെ സ്നേഹിക്കുക? അപ്പൊ ചൊറിച്ചിൽ അങ്ങ് നിർത്തുക, വെറുതെ ഇൻസൾട്ട് ചെയ്യരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം, ഭർത്താവുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ചിലപ്പോൾ കച്ചവടക്കാരനായിരിക്കും, അപ്പൊ കച്ചവടത്തിനെ കുറിച്ച് ചോദിക്കുക, അങ്ങനെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയാനായിരിക്കും ഭർത്താവിന് നല്ല താല്പര്യം, അപ്പൊ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുക. ചിലപ്പോൾ ഖുർആനിനെ കുറിച്ച് പറയാനായിരിക്കും ഭർത്താവിന് നല്ല താല്പര്യം, അപ്പൊ ഖുർആനിനെ കുറിച്ച് പറയുക. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനുമായിരിക്കും നിന്റെ ഭർത്താവിന് താല്പര്യം, അപ്പൊ മുത്തുനബിയെ കുറിച്ച് പറയുക. ചിലപ്പോൾ ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് നല്ലത് കേൾക്കാനായിരിക്കാം ഭർത്താവ് ഇഷ്ടപ്പെടുന്നത്, അപ്പൊ ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് നല്ലത് പറയുക. ഭർത്താവിന്റെ കുടുംബക്കാരെ കുറിച്ച് നല്ലത് പറഞ്ഞത് കേൾക്കാനായിരിക്കാം ഭർത്താവ് ഇഷ്ടപ്പെടുന്നത്, അപ്പൊ ഭർത്താവിന്റെ കുടുംബക്കാരെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ മറ്റുള്ള ഭർത്താവിന്റെ സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ച് ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംസാരിക്കാൻ നിന്ന ഉമ്മാന്റെ കുറ്റേ പറയുള്ളൂ, ഉപ്പാന്റെ കുറ്റേ പറയുള്ളൂ, അതല്ലെങ്കിൽ കംപ്ലൈന്റ് മാത്രമാണ്. പിന്നെ അവര് നമ്മളോട് സംസാരിക്കാൻ ഇരിക്ക പോലും ഇല്ല. നമ്മൾ സംസാരിക്കാൻ വിളിച്ചാൽ അവര് പിന്നെ സംസാരിക്കാൻ വരൂല. കാരണം എന്താ? കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. ഭർത്താവിന് ഇഷ്ടമുള്ളത് നമ്മൾ സംസാരിക്കുന്നില്ല, ഉമ്മാന്റെ കുറ്റം മാത്രം. ഉമ്മാക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. വയസ്സായ ഉമ്മയും ഉപ്പയാണ്, നമ്മൾക്കും വയസ്സായി കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ കുട്ടിത്തമാവും, കുട്ടിത്ത സ്വഭാവം നമ്മൾക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ വയസ്സായ ആളുകള് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ വലിയൊരു കാര്യമായി എടുത്തിട്ട് ഭർത്താവ് വരുമ്പോൾ അത് മാത്രം ഇങ്ങനെ സംസാരിക്കുക, ഭർത്താവിന്റെ കുടുംബക്കാരെ കുറിച്ച് കുറ്റം പറയുക, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും മറ്റുള്ള കംപ്ലൈന്റ് മാത്രം. ഭർത്താവിനോട് ഇതൊന്നും പറയണ്ട എന്നല്ല, പറയേണ്ട രൂപത്തിൽ പറയണം. ഇത് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ഭാര്യക്ക് കംപ്ലൈന്റുകൾ മാത്രമേ പറയാണ്ടാവുള്ളൂ, കുറ്റപ്പെടുത്തലുകൾ മാത്രമേ പറയാണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഭർത്താക്കന്മാര് നമ്മളോട് സംസാരിക്കാൻ വരൂല.
ആ ഭർത്താക്കന്മാർ നമ്മളോട് സംസാരിക്കാൻ വരില്ല എന്ന് മാത്രമല്ല, നമ്മളോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഭർത്താവിൽ നിന്നുണ്ടാകാനും പാടില്ല, ഭാര്യയിൽ നിന്നും ഉണ്ടാകാനും പാടില്ല. മൊബൈൽ ഫോൺ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങി പോവുക, ബാത്റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ ഭർത്താവിന് അറിയാത്ത കോഡുകൾ നമ്മൾ മൊബൈൽ ഫോണിന് വെക്കുക, അതൊക്കെ ഒഴിവാക്കുക. നമ്മളെ മൊബൈൽ ഫോണിന്റെ കോഡ് ഭർത്താവിനോട് വെക്കാൻ പറയാ, ഭർത്താവ് സെലക്ട് ചെയ്യട്ടെ. അങ്ങനെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ ഭർത്താവ് നമ്മളെ വെറുക്കാൻ തുടങ്ങും. ആ ഭർത്താവ് പിന്നെ മറ്റുള്ള സ്ത്രീകളെ തേടിപ്പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സംശയ രോഗം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കടന്നുകൂടിയാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആ ദാമ്പത്യ ജീവിതം തകരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സംശയ രോഗം വരുന്നതിന്റെ മുമ്പ് അത് വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെയ്യുക തന്നെ, അല്ലാതെ യാതൊരുവിധ നിർവാഹവുമില്ല. സംശയ രോഗം അത് വല്ലാത്തൊരു രോഗം തന്നെയാണ്. എത്ര ദാമ്പത്യ ജീവിതങ്ങൾ തൊലഞ്ഞിട്ടുണ്ട്, എത്ര വിവാഹ ഡിവോഴ്സ് നോട്ടീസുകൾ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. അതിന്റെ സംശയമാണ്. സംശയം തുടങ്ങിയാൽ പിന്നെ അത് സംശയം തന്നെ ആയിരിക്കും, പിന്നെ അത് തിരുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, സംശയം വരുത്തുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു കാലഘട്ടമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. എന്നിട്ട് അവർ പരസ്പരം ചാറ്റ് ചെയ്യുകയാണ്. ആ ചാറ്റ് ചെയ്യൽ പിന്നെ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. ഇത് സംശയ രോഗത്തിന് വഴിയൊരുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം വിട്ടുനിൽക്കാൻ എന്റെ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആറാമത്തെ വിഷയം, ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുക എന്നല്ലാതെ അത് പ്രകടിപ്പിക്കുന്നില്ല. എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം? സംസാരത്തിലൂടെ പ്രകടിപ്പിക്കാം, നമ്മളെ പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കാം. ഭർത്താവ് വരുമ്പോ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചൊരു കിസ് കൊടുക്കാം, ഭർത്താവിനോട് ഐ ലവ് യു പറയാം, ഫോൺ വിളിക്കുന്ന സമയത്ത് ഐ ലവ് യു പറയാം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഐ ലവ് യു ഉക്കാന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം. നമ്മളെ ഭർത്താവല്ലേ, ഇസ്ലാമിന് തെറ്റില്ലല്ലോ, നമ്മളെ സ്വർഗല്ലേ നമ്മളെ ഭർത്താവ്. അപ്പൊ അങ്ങനെ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അത് മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടായില്ല. ലവ് ആൻഡ് കഫ് കനോട്ട് ബി ഹിഡൻ. നമ്മളെ ഹൃദയത്തിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. വാക്കിലൂടെ ഞാൻ പറഞ്ഞല്ലോ, അത് വാക്കിലൂടെ പ്രകടിപ്പിക്കാം, നമ്മളെ പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കാം. അള്ളാഹു അതിനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏഴാമത്തെ വിഷയം, ഭർത്താവിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ചില ഭാര്യമാര് പറയാറുണ്ട്, എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, ഫോൺ വിളിച്ചാൽ സംസാരിക്കൂല, എന്നോട് സംസാരിക്കാൻ സമയമില്ല, എപ്പോഴും ജോലി എന്നുള്ള ഒരു ചിന്ത മാത്രമാണെന്ന്. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാർക്കും. തന്റെ ഭാര്യയോട് സംസാരിക്കണമെന്നുണ്ടാകും, കളി തമാശകൾ പറയണമെന്നുണ്ടാകും, തന്റെ വിഷമങ്ങളൊക്കെ പറയണം എന്നുണ്ടാകും. അപ്പൊ ഭർത്താവ് വീട്ടിലായിരിക്കുമ്പോ, ജോലി കഴിഞ്ഞ് വരുമ്പോ ആ ഭർത്താവിനോട് അല്പനേരം സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. വീട് മാത്രം വൃത്തിയാക്കിയാൽ പോരാ, മക്കളെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഡ്രസ്സ് മാത്രം അലക്കിയാൽ പോരാ, ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭർത്താവിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നതിന്റെ മുമ്പ് ഭക്ഷണങ്ങളൊക്കെ തയ്യാറ് ചെയ്യണം, അലക്കല് കഴിയണം, വീട് വൃത്തിയാക്കല് കഴിയണം. എന്നിട്ട് ഭർത്താവിനോട് അല്പനേരം സംസാരിക്കാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭർത്താവ് പിന്നെ നമ്മളോട് മാത്രമേ സംസാരിക്കൂ. പിന്നെ അന്യ സ്ത്രീയോട് സംസാരിക്കാനുള്ള ഒരു ചിന്ത, അതല്ലെങ്കിൽ അന്യ സ്ത്രീയോട് സംസാരിക്കാൻ നമ്മളെ ഭർത്താക്കന്മാർ ഒരിക്കലും തേടിപ്പോവുകയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എട്ടാമത്തെ കാര്യം, ഭാര്യമാര് ബോഡി ഷേപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ശരീരത്തിനെ നല്ല രൂപത്തിലാക്കി മാറ്റുക, നമ്മളെ ശരീരത്തിന് നല്ല വ്യായാമം കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ആ ബോഡി ഷേപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ബോഡി ഷേപ്പ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ബോഡി ഷേപ്പ് കീപ്പ് ചെയ്യുന്ന സ്ത്രീകളിലേക്ക് നമ്മളെ ഭർത്താക്കന്മാരെ കണ്ണു പോകും. അത് പുരുഷന്മാരുടെ പ്രകൃതിയാണ്. എതിർ ലിംഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവരിലേക്ക് നോക്കുക എന്നുള്ളത്. ആ എതിർ ലിംഗം നമ്മളായി മാറണം. അതിനെന്ത് വേണം? നമ്മളെ ശരീരം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക, എപ്പോഴും മുടി വാർന്നിടുക, അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി വ്യായാമങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടുതലായി തടിയാണ് നമ്മളെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ല, തടിയില്ലാത്ത രൂപത്തിൽ എപ്പോഴും നല്ല സ്ലിം ബ്യൂട്ടിയാണ് നമ്മളെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ രൂപത്തിൽ നമ്മളെ ശരീരത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒമ്പതാമത്തെ കാര്യം, ഭർത്താക്കന്മാരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകരിക്കാത്ത മനുഷ്യന്മാരെ പുരുഷന്മാര് ഒരിക്കലും മൈൻഡ് ചെയ്യൂല. അത് നമ്മളെ ആൺകുട്ടികളാണെങ്കിൽ വരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അവർ നമ്മളെ ഭർത്താക്കന്മാര് എന്നുള്ള ഒരു ബോധം നമ്മൾക്കില്ലെങ്കിൽ
അവർ ഒരിക്കലും നമ്മളെ സ്നേഹിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അംഗീകാരത്തിന്റെ വാക്കുകൾ അവരോട് പറയണം. നിങ്ങൾ എൻ്റെ ജീവനാണ്, നിങ്ങളെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്, നിങ്ങൾ എൻ്റെ സ്വർഗമാണ്, നിങ്ങൾ എൻ്റെ മുത്താണ്, നിങ്ങൾ എൻ്റെ കൽബാണ്, ഇങ്ങനെയുള്ള എന്ത് സന്തോഷിപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞ് ഭർത്താവിന്റെ അംഗീകാരം പിടിച്ചു പറ്റുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഭർത്താവിനെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് ആ ഭർത്താവിന് തോന്നണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളാണ് എൻ്റെ വിജയം, ഇത് നല്ലൊരു വാക്കാണ്. നിങ്ങൾ എൻ്റെ വിജയമാണ്, നിങ്ങൾ എൻ്റെ സ്വർഗമാണ്, നിങ്ങൾ എൻ്റെ സന്തോഷമാണ്, നിങ്ങളാണ് എനിക്ക് സമാധാനം നൽകിയത്, നിങ്ങളെ കിട്ടിയതിൽ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ ഭർത്താവിനോട് പറയുക. ഇതൊക്കെ മനസ്സുകൊണ്ട് പറയണം കേട്ടോ, വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ പറ്റൂല. അതൊക്കെ പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്ര പൊട്ടന്മാരൊന്നല്ല പുരുഷന്മാര്, അങ്ങനെ മനസ്സിലാക്കണ്ട. സ്ത്രീകളെക്കായും ബുദ്ധി പുരുഷന്മാർക്കാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതല്ല കേട്ടോ, സ്ത്രീകൾക്ക് നല്ല ബുദ്ധിയുണ്ട്. 10A+ വാങ്ങുന്നത് സ്ത്രീകളാണ്, ഇപ്പോ പെൺകുട്ടികളാണ്. അപ്പൊ സ്ത്രീകൾക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാരും പറയേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അംഗീകാരം പുരുഷന്മാർക്ക് ഉള്ളതാണ്, അത് അവരുടെ പ്രകൃതിയാണ്. അത് നമ്മളെ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ്. അത് നമ്മളെ വീട്ടിലെ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ വീട്ടിലെ ആൺകുട്ടികൾ വരെ അത് ആഗ്രഹിക്കുന്നുണ്ട്, അംഗീകരിച്ചു കൊടുക്കുക. 10ാമത്തെ വിഷയം, ഭാര്യമാര് എപ്പോഴും റൊമാൻറ്റിക് ആവണം എന്നുള്ളതാണ്. അത് മണിയറയിൽ മാത്രമല്ല, മണിയറയിലും റൊമാൻറ്റിക് ആകണം, അതുപോലെ തന്നെ മണിയറുടെ പുറത്തും റൊമാൻറ്റിക് ആണ്. അതിന്റെ അർത്ഥം ഉമ്മയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യണമെന്നല്ല ആ പറഞ്ഞത്. നമ്മൾ റൊമാൻറ്റിക്കായി സംസാരിക്കുക, റൊമാൻറ്റിക്കായി പെരുമാറുക, ദേഷ്യമൊക്കെ വിട്ടുക. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ദേഷ്യം എന്ന് പറയുന്നത് പിശാചിന്റെ ശർറാണ്, പിശാചിൽ നിന്ന് വരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെ ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെ ജീവിച്ചാൽ അതിന് നല്ല മക്കളുണ്ടാകും. നല്ല മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർ ദീനിന് വേണ്ടി പ്രവർത്തിക്കും, അവർ നിസ്കരിക്കും, അവർ ഖുർആൻ ഓതും, അവർ ദിക്ർ ചെല്ലും. ഇത് പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ എന്താണ്? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ദേഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു സ്വഭാവമാണ്. എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുക, ഭർത്താവ് വരുമ്പോഴും എപ്പോഴും മോറിങ്ങനെ കനപ്പിച്ചിരിക്കുക, ഭർത്താവ് എന്ത് പറഞ്ഞാലും ചൂടാകുക, ദേഷ്യപ്പെടുക, ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് കേൾക്കാതിരിക്കുക. നിങ്ങളാണ് ചെയ്തോളി, നിങ്ങൾ പാരാ, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ റൊമാൻറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. റൊമാൻറ്റിക് കീപ്പ് ചെയ്യണം. സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം റൊമാൻറ്റിക് ആയിരിക്കണം. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലും ആയിഷാബിയും ഒരു സമയത്ത് കുളിച്ചിട്ടുണ്ട്, ഒപ്പം കുളിച്ചിട്ടുണ്ട്. ഭാര്യ പറയും, ഇന്ന് നമുക്ക് ഒരുമിച്ച് കുളിക്കാം, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇന്ന് നല്ല എല്ലാ ദിവസവും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭർത്താവ് ആദ്യം ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ബാക്കി ഭാര്യ കഴിക്കുക. അങ്ങനെയല്ല, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭാര്യയുടെ വായിലേക്ക് ഭർത്താവ് ചോറ് വാരി കൊടുക്കണം. ഇതൊക്കെ റൊമാൻറ്റിക്കിന്റെ ഒരു ഭാഗമാണ്. സ്നേഹത്തോടെ പെരുമാറണം, ഭാര്യയുടെ കൈ പിടിച്ച് സലാം പറയണം, ഭർത്താവിന്റെ കൈ പിടിച്ച് സലാം പറയണം. ഇതൊക്കെ റൊമാൻറ്റിക്കിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കാനും പിന്നെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് കംപ്ലൈന്റ് പറയേണ്ടി വരില്ല. ഭർത്താവ് ഒരിക്കലും അന്യ സ്ത്രീകളെ തേടി പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നല്ല ഐക്യമുള്ള ദാമ്പത്യ ജീവിതം ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകണേ അല്ലാ. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ ജീവിതത്തിലൊക്കെ ഖൈറും ബറക്കത്തും സമാധാനം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. ത്വലാഖിന്റെ വക്കിലേക്ക് ഞങ്ങളെ ജീവിതം നീ എത്തിക്കല്ല റഹ്മാനെ. മരണം വരെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.